നമസ്കാരം, ഞാൻ ആര്യ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും നവഭാരത് ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് മാസഫലമാണ്, വൃശ്ചിക മാസഫലം. അതായത് നവംബർ 16 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:37 വൃശ്ചിക രവി സംക്രമം. അപ്പൊ ഓരോ മാസഫലവും പറയാണ്. കഴിഞ്ഞ തുലാമാസ ഫലം പറയുന്നത്, ഇപ്പൊ വൃശ്ചിക മാസഫലമാണ് പറയുന്നത്. ഓരോ രാശിക്കാർക്ക് എങ്ങനെ. അപ്പൊ ഇതിലൊരു സംഭവം, നമുക്ക് ഈ വരുന്ന 19, അതായത് വൃശ്ചികം 19, അതായത് ഡിസംബർ 5 ഗുരു വക്രഗതി നിവൃത്തിയായി മിഥുനത്തിലോട്ട് വരികയാണ്. ഇപ്പൊ അതിസാര സഞ്ചാരമാണ് കർക്കിടകത്തില്. ഇനി മിഥുനത്തിൽ സഞ്ചാരം, അതായത് ഈ വൃശ്ചിക മാസം 19. പിന്നെ 26, അതായത് നവംബർ 26 കുജ ശുക്ര സംയോഗം, അത് വൃശ്ചികത്തിൽ. ഡിസംബർ 7 വരെ ഈ കാലയളവ് വളരെ ശ്രദ്ധ വേണം. അത് എല്ലാ രാശിക്കാർക്കും. കുജ ശുക്ര സംയോഗം എന്ന് പറയുന്നത് അത് ഒരു പ്രത്യേക അവസ്ഥയാണ്. പരസ്പര ദൃഷ്ടി ദോഷം പോലെ. ചിലർ പറയില്ലേ, ഗുരു ശുക്ര പരസ്പര ദൃഷ്ടി ദോഷം എന്നൊക്കെ പറയുന്നില്ലേ, അത് വിവാഹ മുഹൂർത്തം എടുക്കൂല, കൊള്ളൂല എന്നൊക്കെ പറയും. അതുപോലെ കുജ ശുക്ര കോമ്പിനേഷൻ അത് വൃശ്ചികത്തിലാണ്. കുജന്റെ സ്വക്ഷേത്രമായ വൃശ്ചികത്തിൽ വരുന്നത് ഒരു 11 ദിവസം സഞ്ചാരം. അപ്പൊ ഈ ആദ്യ രാശിക്കാർക്ക് ഗുണഫലം നോക്കാം. ആദ്യം മേടക്കൂറുകാർക്ക് എങ്ങനെ. അശ്വതി ഭരണി കാർത്തികകാലി ഇവർക്ക് ഡിസംബർ 5 വരെ വ്യാഴന്റെ സഞ്ചാരം 4 അപ്പൊ ഗ്രഹസംബന്ധമായിട്ടുള്ള മനസ്സന്തോഷം, ബന്ധുമിത്രാദികളെ കൊണ്ടുള്ള ഗുണം ഇതൊക്കെ സംഭവിക്കും. ഡിസംബർ 5 ശേഷം 3 സഞ്ചാരം. വക്രഗതിയിൽ വീണ്ടും മിഥുനത്തിൽ വരെയാണ്. 3 സഞ്ചാരം. കുട്ടികളിലും മുതിർന്നവരിലൊക്കെ ചെവി സംബന്ധമായിട്ടുള്ള അസുഖം വരാനുള്ള അവസരം കാണുന്നു. അതായത് ആരോഗ്യം ശ്രദ്ധിക്കുക. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഈ കാലയളവ് 3 ഗുരുവിന്റെ സഞ്ചാരം ഈ ഡിസംബർ 5 ശേഷം അത്ര നന്നല്ല. അപ്പൊ നമുക്ക് വൃശ്ചിക പകുതിക്ക് ശേഷമാണ്. പിന്നെ ബിസിനസ് മേഖലയിലൊക്കെ ശനിയുടെ സഞ്ചാരം വക്രഗതി നിവൃത്തിയാവാൻ പോവുകയാണ്. അപ്പം നമുക്ക് 12 വരെയാണ്. അപ്പം കുംഭം വക്രം എന്ന് പറയുമ്പോൾ കുംഭത്തിന്റെ ഒരു ഫലമേ ചെയ്യുള്ളൂ. അപ്പൊ 12 വരുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. രാത്രി യാത്ര ഒഴിവാക്കുക. ഇനി അടുത്ത് നോക്കുന്നത് ഇടവക്കൂറുകാർക്ക് എങ്ങനെ. കാർത്തിക മുക്കാല്, രോഹിണി, മകേരാര ഇവർക്ക് വൃശ്ചിക മാസം മുഴുവനും നമുക്ക് ഗുണഫലമേ ഉള്ളൂ. 10 രാഹുവിന്റെ സ്ഥിതി, 11 ശനിയുടെ വക്രഗതി നിവർത്തി, ശനി 11 വരെയാണ്. ഗുരു ഇപ്പൊ 3 ഡിസംബർ 5 ശേഷം 2 ഭാവം വരെയാണ്. അപ്പൊ നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും. വിവാഹാദി കാര്യങ്ങളൊക്കെ ആൺകുട്ടികൾ പെൺകുട്ടികൾ വിവാഹം നടക്കാനുള്ള യോഗം കാണുന്നു. പിന്നെ 26, അതായത് നവംബർ 26 മുതൽ ഡിസംബർ 7 വരെ കുജ ശുക്ര കോമ്പിനേഷൻ വരെയാണ്. 7 ഭാവം, അതായത് ഇടവത്തിലെ 7 ഭാവം സഞ്ചരിക്കുന്നത് അത്ര നന്നല്ല. സ്ത്രീ നിമിത്തം എന്തെങ്കിലും ഒരു കലഹം വരാൻ സാധ്യത ഉണ്ട്. അതിപ്പോ ഇങ്ങനെയും പറയാം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ, അത് ചെറിയൊരു പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത കാണുന്നു. ശ്രദ്ധിക്കുക. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഈ കാലയളവ് പഠനം മികവ് കാണിക്കും. ബിസിനസ് മേഖല പ്രവർത്തിക്കുന്നവർക്കൊക്കെ 10 ഭാവം രാഹു നിൽക്കുന്നത് വളരെ പ്രത്യേകതയാണ്. നമുക്കൊരു ബിസിനസ്സിൽ എന്തെങ്കിലും ചെറിയ തോൽവി വരികയാണെങ്കിൽ മാറി ചിന്തിച്ച് അടുത്ത ബിസിനസ് ചെയ്യാന്നുള്ള ഒരു അവസ്ഥയാണ് കാണുന്നത്. ദോഷമല്ല. ഇനി മിഥുനക്കൂറുകാർക്ക് എങ്ങനെ. മകരാജ, തിരുവാതിര, പുണർദം, മുക്കാല് ഇവർക്ക് ഡിസംബർ 5 ശേഷം ജന്മഗുരു വരെയാണ്. ജന്മരാമർ ബലത്തിലെ വളരെ ശ്രദ്ധ വേണം. ഒറ്റപ്പെടൽ കുറ്റപ്പെടുത്തലൊക്കെ ഉണ്ടാവും. ഇപ്പം ഈ സമയം വരെ 2 വ്യാഴന്റെ സ്ഥിതി, അത് നമുക്ക് അനുകൂലമായിരുന്നു. അതിസാര വ്യാഴൻ, അതായത് അതിസാര ഗുരു ഇനി വരുന്നത് ജന്മത്തിലാണ്. ജൂൺ 1 വരെ സഞ്ചരിക്കും. 2026 മാസഫലമാണ് പറയുന്നത്. വൃശ്ചികമാസം മുഴുവനും നമുക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും. അപ്പൊ 6 കുജ ശുക്ര സംയോഗം, അതായത് നവംബർ 26 മുതൽ ഡിസംബർ 7 വരെ. 6 എന്ന് പറഞ്ഞത് ഉപജയ സ്ഥാനമാണെങ്കിലും കടം, രോഗം, വഴക്ക്, ഒരു സ്ത്രീ നിമിത്തം കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് എന്തൊന്നും എഗ്രിഡില്ലാതെ കൊടുക്കരുത്. അത് പണ ഇടപാടാണെങ്കിലും വസ്തു സംബന്ധമാണെങ്കിലും വാഹന സംബന്ധമായിട്ടുള്ളതാണെങ്കിലും എഗ്രിഡില്ലാതെ ഒന്നും വാക്കാലൊന്നും ചെയ്യരുത്. നമുക്കത് വളരെ ദോഷം ചെയ്യും. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠന മികവ് തെളിയിക്കും. ദോഷവശമൊന്നുമില്ല. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഈ കാലയളവ് ഗുണദോഷ സമ്മിശ്രമല്ലായിരിക്കും. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കർക്കിടകക്കൂറുകാർക്ക് എങ്ങനെ. പുണർന്നകാല്, പൂയം, ആയില്യം ഇവർക്ക്
വക്ര നിവൃത്തിയാവുകയാണ് ശനി ഈ മാസം അവസാനം. നമുക്ക് ഇപ്പൊ ജന്മത്തിലാണ് വ്യാഴം. ഡിസംബർ 5 ശേഷം 12 വ്യാഴം വരെയാണ്. അപ്പൊ എന്തെങ്കിലും നേർച്ചാതി കാര്യങ്ങൾ, അത് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും നേർച്ചകൾ ഉണ്ടെങ്കിൽ നടത്തിക്കൊള്ളുക. 12 വ്യാഴം വന്നാൽ ശുഭച്ചെലവെന്നാണ് പറയുന്നത്, ഡിസംബർ 5 ശേഷം. അപ്പൊ മാസപകുതിക്ക് ശേഷം, വൃശ്ചികമാസ ഫലത്തിൽ മാസപകുതിക്ക് ശേഷം ഏതെങ്കിലും നേർച്ചാതി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നടത്തുന്നത് നമുക്ക് നല്ലതാണ്. പിന്നെ വൃശ്ചികമാസ പകുതിക്ക് ശേഷം ശനി വക്ര നിവർത്തി മാറുകയാണ്. അപ്പൊ നമുക്ക് 8ന്റെ ഒരു ഗുണം ഉണ്ടായിരുന്നു, അതായത് അഷ്ടമത്തിൽ കഷ്ടത എന്നാണ് ഫലം. അപ്പൊ അത് മാറിക്കിട്ടുകയാണ്. ബിസിനസ് മേഖലയിലൊക്കെ ഇനി ധനവരവ് കൂടും, സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറും. പിന്നെ വിവാഹാദി കാര്യങ്ങളിൽ 12 വ്യാഴം പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് അത്ര ഒന്നല്ല ഈ കാലയളവ്. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ കാലയളവ് ചെറിയ അലസത അനുഭവപ്പെടും. പിന്നെ നവംബർ 26 മുതൽ ഡിസംബർ 5 വരെ കുജ ശുക്ര സംയോഗം 11 ദിവസം കർക്കിടകത്തിന് 5ാം ഭാവത്തിലാണ് വരുന്നത്. വളരെ ശ്രദ്ധിക്കുക. ബുദ്ധിസ്ഥാനമാണ്. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ചെറിയ അലസത വരാൻ കാരണം അതാണ്. ചില കുട്ടികളൊക്കെ എപ്പോഴും മൊബൈലിൽ കുത്തി കളിച്ചുകൊണ്ടിരിക്കും. പരീക്ഷാ സമയം ചിലപ്പം അത് ദോഷം ചെയ്യും, ശ്രദ്ധിക്കുക. വേറെ ദോഷവശമൊന്നും കാണില്ല. അടുത്ത് നോക്കുന്നത് ചിങ്ങക്കൂറുകാർക്ക് എങ്ങനെ. ചിങ്ങക്കൂറിൽ വരുന്ന മകം, പൂരം, ഉത്തരം, കാലി ഇവർക്ക് വ്യാഴം ഇപ്പൊ 12ലാണ്. മാസപകുതിക്ക് ശേഷം 11ലാണ് സഞ്ചാരം. അപ്പൊ നമുക്ക് ഗുണമാണ്. അത് നമുക്ക് ഈ വരുന്ന 2026 ജൂൺ 1 വരെ ഇനി സഞ്ചാരം നീളത്തിലാണ്. അപ്പൊ മകം, പൂരം, ഉത്തരം, കാലിനൊക്കെ വളരെ ഗുണമാണ് കാണുന്നത്, ദോഷവശമല്ല. പിന്നെ അഷ്ടമശനി തുടരുകയാണ്. നീരാഞ്ജന വഴിപാട് നടത്തി ദോഷകാഠിന്യം കുറയ്ക്കുക. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ സമയം അലസതയാണ് കാണുന്നത്. 8ൽ ശനി സഞ്ചരിക്കുമ്പോൾ 2ാം ഭാവം ദൃഷ്ടി വരുന്നത് എന്തിനും ഒരു മന്ദത. അപ്പം ശാസ്താവിന് നീരാഞ്ജന വഴിപാട് നടത്തി ദോഷകാഠിന്യം കുറയ്ക്കുക. പിന്നെ വിവാഹാദി കാര്യങ്ങളിൽ ഈ സമയം അനുകൂലമാണ് കാണുന്നത്. 11 വ്യാഴന്റെ സ്ഥിതി. വൃശ്ചികമാസ ഫലത്തിൽ മാസപകുതിക്ക് ശേഷം വ്യാഴം 11 സഞ്ചരിക്കുന്നത് വളരെ ഗുണകരമാണ് ചിങ്ങക്കൂറുകാർക്ക്. ബിസിനസ് മേഖലയിലാണെങ്കിലും 10ാം ഭാവാധിപനായ ശുക്രൻ നവംബർ 26 മുതൽ ഡിസംബർ 7 വരെ കുജന്റെ കൂടെ സഞ്ചരിക്കുന്നത് വളരെ ശ്രദ്ധ വേണം. 4ാം ഭാവം 10ാം ഭാവം ദൃഷ്ടി വരുന്നത് കബളിപ്പിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. ബിസിനസ്സിലോ മറ്റുള്ള ട്രേഡിംഗ്, ഷെയർ മാർക്കറ്റിലോ വളരെ ശ്രദ്ധ പുലർത്തണം. എന്തിനും ഒരു സമാധാനം. ചിലർക്ക് ഗ്രഹത്തിന്റെ അടുത്തായിട്ട്, അത് താമസിക്കുന്ന വീട്ടിന്റെ അടുത്തായിട്ട് എന്തെങ്കിലും ശ്രീനിമിത്തം ചെറിയ പ്രശ്നങ്ങൾ വരാനുള്ള അവസരം കാണുന്നു. വളരെ ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കന്നിക്കൂറുകാർക്ക് എങ്ങനെ. അപ്പൊ കന്നിക്കൂറിൽ വരുന്നത് ഉത്തരമുക്കാല്, അത്തം, ചിത്തിരാര. ഇവർക്ക് മാസപകുതിക്ക് ശേഷം 10ലാണ് ഗുരുവിന്റെ സ്ഥിതി. അപ്പൊ 10 എന്ന് പറഞ്ഞാൽ അത്ര വിശേഷമല്ല. ഇപ്പം നിലവിൽ 11ലാണ് സഞ്ചാരം. എന്തായാലും 10 അടുത്ത 2020 ജൂൺ 1 തീയതി സഞ്ചരിക്കുകയാണ്. വളരെ ശ്രദ്ധ വേണം. ഇപ്പൊ നമുക്ക് ഇക്കരയ്ക്ക് അക്കരെ പച്ചെന്നൊക്കെ പറയും. ഇവിടെ നിന്ന് അവിടെ പൊക്കളയാം. ഒരു ജോലിയിൽ ഇപ്പൊ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പോയതിനേക്കാൾ സാലറി കിട്ടും, മാറ്റങ്ങൾ കിട്ടും എന്നൊക്കെ വിചാരിക്കുന്ന അബദ്ധമാണ്. ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കുക. പഠിക്കുന്ന കുട്ടികളിലാണെങ്കിൽ ഈ അലസതയാണ് കാണുന്നത്. കണ്ടകശനി തുടരുകയാണ്. കന്നിക്കൂറുകാർക്ക് കണ്ടകൻ അത്ര എഫക്റ്റ് അല്ലെങ്കിലും വ്യാഴം 10 നമുക്ക് പ്രശ്നമാണ്. പുതിയ ജോലി സാധ്യതയൊക്കെ അപൂർവമാണ് കാണുന്നത്. നിൽക്കുന്ന ജോലിയിൽ തന്നെ നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത കാണുന്നു. ബിസിനസ് മേഖലയിലാണെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കാം. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഈ കാലയളവ് അലസതയാണ് കാണുന്നത്. അപ്പൊ വ്യാഴത്തിന് പരിഹാരം ചെയ്യുക. നവഗ്രഹ സന്നിധിയിൽ വ്യാഴഭഗവാന് വ്യാഴാഴ്ച തോറും കടലമാല സമർപ്പിച്ച് ദോഷകാഠിന്യം കുറയ്ക്കാം. പിന്നെ അടുത്ത് നോക്കാൻ പോകുന്നത് തുലാക്കൂറുകാർക്ക് എങ്ങനെ. തുലാക്കൂറിൽ വരുന്ന ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാല് ഇവർക്ക് ഇപ്പം 26 ശേഷം, അതായത് നവംബർ 26 ശേഷം ഡിസംബർ 7 വരെ തുലാക്കൂറുകാർക്ക് 2ാം ഭാവത്തിലാണ് കുജ ശുക്ര സംയോഗം കോമ്പിനേഷൻ. അതും സ്ത്രീ നിമിത്തം വഴക്ക് വരാൻ സാധ്യത ഉണ്ട്. 7 ലഗ്നാധിപനാണ് കണക്ക് വരുന്നത്, അത് രാശിയാധിപൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കാം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതെ വരാനുള്ള സാധ്യത ഉണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. ശ്രീനിമിത്തം കലഹം, കുടുംബ കലഹം വരാനും സാധ്യത കാണുന്നു തുലാക്കൂറുകാർക്ക്. പിന്നെ വ്യാഴം ഡിസംബർ 5 ശേഷം, അതായത് വൃശ്ചിക മാസം പകുതിക്ക് ശേഷം
മിഥുനത്തിൽ വീണ്ടും സഞ്ചരിക്കുകയാണ് 9ാം ഭാവം. അപ്പൊ ആൺകുട്ടികൾ പെൺകുട്ടികളൊക്കെ ഈ കാലയളവ് വിവാഹ യോഗം കാണുന്നു. വിവാഹാദികാര്യങ്ങളിൽ അല്ലെങ്കിൽ പഠിച്ചു നിൽക്കുന്നവരാണെങ്കിൽ ജോലി സാധ്യത കാണുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഉന്നത വിജയം കൈവരിക്കാനുള്ള അവസരം കാണുന്നു. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഈ കാലയളവ് വളരെ നന്നാണ്, ദോഷവശമല്ല. ഇനി അടുത്ത വൃശ്ചികക്കാർക്ക് എങ്ങനെ? ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വൃശ്ചിക മാസ ഫലം, അതായത് 2025 നവംബർ 16 മുതൽ ഡിസംബർ 16 വരെ. ഇപ്പൊ ഞായറാഴ്ചയാണ്, അതായത് ഈ വരുന്ന ഞായറാഴ്ച 16-ാം തീയതി ഉച്ചയ്ക്ക് 1:37 വൃശ്ചികരവി രവി സംക്രമം. അപ്പൊ വിശാഖകാലം അനിഴം തൃക്കേട്ട് അടങ്ങുന്നതാണ് വൃശ്ചികക്കൂർ. ഇവർക്ക് മാസപരിധിക്ക് ശേഷം 8ലാണ് രാവിന്റെ സ്ഥിതി. ആരോഗ്യം ശ്രദ്ധിക്കുക. യൂറിനറി ഇൻഫെക്ഷൻ പോലെ, അത് കുട്ടികളിലും വലിയ മുതിർന്നവർക്കൊക്കെ യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കാണുന്നു. പിന്നെ 5ലെ ശനിയുടെ വക്രഗതി പൂർത്തിയായി 5ലെ ശനിയുടെ സ്ഥിതി. മറവി രോഗം, എന്തും എവിടെയെങ്കിലും മറന്നു വെക്കുകയോ, അത് നമുക്ക് സർട്ടിഫിക്കറ്റോ ചിലപ്പം ബൈക്കിന്റെ ചാവിയോ 4 വീലറിന്റെ ചാവിയോ ഒക്കെ മറന്നു വെക്കാനുള്ള അവസരം കാണുന്നു. മിസ്സിംഗ് സർട്ടിഫിക്കറ്റ് മിസ്സിംഗ് ചെയ്യാനുള്ള അവസരം കാണുന്നു, ശ്രദ്ധിക്കുക. പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അലസതയാണ് ഈ കാലയളവ് കാണുന്നത്. പരിഹാരം ചെയ്യുക. ഗുരു ഭഗവാന് നവഗ്രഹ സന്നിധി കടലമാല സമർപ്പിച്ച് അർച്ചന കൊടുക്കുക, അതായത് പുഷ്പാഞ്ജലി. ദോഷകാഠിന്യം കുറയും. ബിസിനസ് മേഖലയിലാണെങ്കിലും ഈ കാലയളവ് ധനവരവ് സമാസമമായിരിക്കും, ചെലവും വരവും. മുതിർന്നവരില് ആരോഗ്യം ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ധനിക്കൂറുകാർക്ക് എങ്ങനെ? മൂലം, പൂരാടം, ഉത്രാടം, കാലിവർക്ക് കണ്ടകൻ തുടരുകയാണ്. കണ്ടകശനി. രാത്രി യാത്ര ഒഴിവാക്കുക. വ്യാഴന്റെ സ്ഥിതി വീണ്ടും വരികയാണ്. നമുക്ക് 2026 ജൂൺ 1 വരെ. അപ്പൊ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ വിവാഹാദി യോഗം കാണുന്നു. പെട്ടെന്നുള്ള വിവാഹം നടക്കാനുള്ള യോഗം കാണുന്നു ഈ നക്ഷത്രക്കാർക്ക്. ജോലിയും സാധ്യത. ഇപ്പം മെഡിസിനൊക്കെ പഠിച്ചിരിക്കുന്നവർക്ക് ഈ കാലയളവ് വളരെ ഉന്നതിയാണ് കാണുന്നത്, ദോഷവശമല്ല. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും. ഇതിൽ നവംബർ 26 മുതൽ ഡിസംബർ 7 വരെ കുജ ശുക്ര സംയോഗം സംഭവിക്കുകയാണ്. അത് അപൂർവമാണ്, എപ്പോഴും സംഭവിക്കുന്നതല്ല. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു സ്ത്രീ നിമിത്തം കലഹം വരാൻ സാധ്യതയുണ്ട്. അതിപ്പം ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ഫ്രണ്ട്ഷിപ്പിലൊക്കെ ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്തിനും സമാധാനം പാലിക്കുക. പ്രശ്നങ്ങൾ രൂക്ഷാക്കരുത്. 12ലെ കുജ ശുക്ര സംയോഗം അയനശയന യോഗം അതിന് ഭംഗം വരുത്തും. ചിലപ്പോൾ പരീക്ഷ ഭയം വരാനും സാധ്യതയുണ്ട്. ബിസിനസ് മേഖലയിലാണെങ്കിലും നമുക്ക് ബിസിനസ്സൊക്കെ നമുക്ക് നല്ല രീതിയിൽ, അറിയാൻ ഗുരുവിന്റെ സ്ഥിതി, നമുക്ക് ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ പോകും, ദോഷവശമല്ല. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മകരക്കൂറുകാർക്ക് എങ്ങനെ? മകരക്കൂറിൽ വരുന്ന ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടാര ഇവർക്ക് നിലവിൽ 7ലാണ് വ്യാഴന്റെ സ്ഥിതി. ഇനിയിപ്പം അതിസാരം കഴിഞ്ഞ് വക്രഗതിയും ഇതിന് തൊട്ട് സഞ്ചരിക്കുകയാണ് മാസ പകുതിക്ക് ശേഷം. അപ്പം 2025 വൃശ്ചിക മാസ ഫലം പറയുകയാണ്. ഇവർക്ക് ഇനിയിപ്പോ 6ലാണ് വ്യാഴന്റെ സഞ്ചാരം. നേരാവണ്ണം ഫുഡ് കഴിക്കുക സമയാസമയം. അത് മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഇടത്തരക്കാരാണെങ്കിലും ഇപ്പം ദൂരേക്ക് ജോലി ചെയ്യുന്നവർക്കൊക്കെ സമയത്തിന് ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഇൻഫെക്ഷൻ, ഫുഡിൽ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അസിഡിറ്റി വരാൻ സാധ്യതയുണ്ട്. 6ലെ വ്യാഴന്റെ സ്ഥിതി 2026 ജൂൺ 1 വരെ. ആരോഗ്യം ശ്രദ്ധിക്കുക. പിന്നെ 3ലെ ശനിയുടെ സ്ഥിതിയൊക്കെ നമുക്ക് എന്തൊരു മുയർച്ചി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സംരംഭം തുടങ്ങാനൊക്കെ അവസരമാണ്. വേറെ തടസ്സങ്ങളൊന്നും കാണുന്നില്ല. ഒരു ബിസിനസ്സിലാണെങ്കിൽ അതിൽ ഉന്നതിയിൽ വരാം. പുതിയ സംരംഭം തുടങ്ങാൻ അതിലും ഉന്നതിയിൽ വരാം. ശ്രദ്ധിക്കേണ്ടത് 6ലെ വ്യാഴന്റെ സ്ഥിതി, ആരോഗ്യം, കുട്ടികളിലും മുതിർന്നവരിലും മറ്റുള്ളവരിലും. അപ്പൊ ഉത്രാടം, മുക്കാലും, തിരുവോണം, അവിട്ടാലും ഇവർ ശ്രദ്ധിക്കേണ്ടത് നേരാവണ്ണം നേരാസമയം ഫുഡ് കഴിക്കുക. ഫുഡ് നിമിത്തം എന്തെങ്കിലും ഇൻഫെക്ഷൻ വരാനോ അസിഡിറ്റി വരാനോ സാധ്യത കാണുന്നു. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് കാണുന്നത്. ധനപരമൊന്നും പ്രശ്നമല്ല. ആരോഗ്യം ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കുംഭരാശിക്കാർ. കുംഭരാശിയിൽ വരുന്ന അവിട്ടാര, ചതയം, പൂരിട്ടാതി, മുക്കാല് ഇവർക്ക് വ്യാഴം 5ലാണ് മാസ പകുതിക്ക് ശേഷം. അപ്പൊ ജൂൺ 1 വരെയാണ് 2026. ഐശ്വര്യപൂർണമായിരിക്കും ഈ കാലയളവ്. അപ്പൊ നമുക്കിപ്പോ പറയുന്ന വൃശ്ചികമാസ ഫലമാണ്. എന്തുകൊണ്ടും ഈ കാലയളവ് നന്നാണ് കാണുന്നത്. പിന്നെ 2ലെ ശനിയുടെ സ്ഥിതി, വക്രഗതി പൂർത്തിയായി 2ലാണ് ശനിയുടെ സഞ്ചാരം. നിയമവിരുദ്ധമായിട്ട് ഒന്നും ചെയ്യരുത്. അതായത് ലീഗലായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാവൂ. ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെനാൽറ്റി പോലെ. ഇപ്പൊ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്നവർ ഹെൽമെറ്റ് വെക്കാതൊക്കെ യാത്ര ചെയ്യും, 500 രൂപ പോട്ടെ, ഇങ്ങനെയൊക്കെ ഇപ്പൊ ചെറിയ പെനാൽറ്റി വരാൻ ചാൻസ് ഉണ്ട്. അശ്രദ്ധ പാടില്ല. പിന്നെ രാശിയിൽ രാഹുവിന്റെ സഞ്ചാരം
സ്കിൻ ഡിസീസ് വരാനുള്ള അവസരം കാണുന്നു. ശ്രദ്ധിക്കുക. ഫുഡ് ഇൻഫെക്ഷൻ, ഹോട്ടൽ ഫുഡ് മാക്സിമം ഒഴിവാക്കുക. അത് കുട്ടികളും മുതിർന്നവരും. അപ്പൊ ഈ കാലയളവ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് അലസതയുണ്ട്, പരിഹാരം ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. വ്യാഴം നമുക്ക് അനുകൂലമാണ്. വ്യാഴിന്റെ ദൃഷ്ടി രാശിക്ക് വരുന്നത് ബഹുവിശേഷം. 2 ഭാവാധിപനായ വ്യാഴിന്റെ ദൃഷ്ടി കുംഭരാശിക്ക് വരുന്നത് ബഹുവിശേഷമാണ്. അത് ദോഷമല്ലെങ്കിലും 2 ശനിയുടെ സ്ഥിതി, രാശിയും സർപ്പന്റെ സ്ഥിതി, അലസത, പഠനത്തിലേക്ക് പിന്നോക്കം പോകാനുള്ള അവസരം കാണുന്നു. വളരെ ശ്രദ്ധിക്കുക. ബിസിനസ് മേഖലയിലാണെങ്കിലും ഈ കാലയളവ് നമുക്ക് ഉന്നതിയാണ് കാണുന്നത്, ദോഷവശമല്ല. അപ്പൊ എന്തുകൊണ്ട് ഈ സമയം നന്നാണ്. പിന്നെ ഈ കുംഭരാശിക്കാർ കുടുംബക്ഷേത്ര വഴിപാട് നടത്തുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. എല്ലാ മാസവും പൗർണമിക്ക് പോകുന്നത് വളരെ, പൗർണമി ദിവസം, അത് വെളുത്താവ് ദിവസം പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് വളരെ ഗുണം ചെയ്യും. വിവാഹാദി കാര്യങ്ങൾ ആൺകുട്ടികൾ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഇവർക്ക് ഈ കാലയളവ് വിവാഹയോഗം കാണുന്നു. ഇനി അടുത്ത് നോക്കുന്നത് മീനക്കൂറുക. മീനക്കൂറിൽ ഇപ്പം ജന്മശനിയാണ്. പുരുട്ടാതികാല്, ഉത്രട്ടാതിരാവതി ഇവർക്ക് വ്യാഴം ഇപ്പൊ 5-ലാണ്. മാസം പരിധിക്ക് ശേഷം 6-ൽ സഞ്ചരിക്കും. ഇപ്പൊ വ്യാഴം 5-ലാണ്, മാസപരിധിക്ക് ശേഷം 4-ൽ സഞ്ചരിക്കും. അപ്പം വീട് മാറാനോ ഒരു ഒറ്റ വീട് പോലെ വാങ്ങിച്ചു പോകാനുള്ള യോഗം കാണുന്നു, അല്ലെങ്കിൽ ഒരു ഗ്രഹം വാങ്ങിക്കാനുള്ള യോഗം കാണുന്നു. ജന്മശനി നമുക്ക് ജോലി ഭാരം കൂടും. മീനക്കുറുകാർക്ക് വളരെ ശ്രദ്ധിക്കുക. കുട്ടികളിലും ഈ സമയം അവർ പഠിക്കുന്നില്ല എന്ന് ഉപദ്രവിക്കരുത്. അവർക്ക് ചെറിയ മന്ദത അനുഭവപ്പെടും. ജന്മശനിയിൽ പൊതുവെ ഇപ്പം ഏതൊരു കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും ശനി രാശിയിൽ വന്നു കഴിഞ്ഞാൽ മന്ദതയെ വരുള്ളൂ. അപ്പം ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഉറക്കം കൂടുതൽ, ചിലപ്പം പഠനത്തിൽ പിന്നോക്കം നിൽക്കാം, കുറച്ച് മാറ്റം വരും. അത് സമാനപ്പെടുക. പരിഹാരമാണ് ശ്രീ ശാസ്താവിന് നീരഞ്ജന വഴിപാട് നടത്തുന്ന ദോഷകാഠിന്യം കുറയും. കുട്ടികളിൽ ഈ മന്ദത കൂടുന്ന വഴക്കൊന്നും പറയരുത്. ജന്മശനി കുറച്ച് പെടുത്തും. മാതാവിനും ദോഷമാണ് ഈ കാലയളവ്. പിന്നെ 4-ലെ വ്യാഴന്റെ സ്ത്രീയൊക്കെ ദോഷമല്ല. രാഹു 12-ലാണ്. അപ്പൊ രാഹുവിലേക്ക് നമുക്ക് രാഹു ഉറക്കക്കുറവുണ്ടാവും. ആയില്യത്തിൽ 100 പാല് വഴിപാട് നടത്തുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും. ബിസിനസ് മേഖലയിലാണെങ്കിലും നമുക്ക് വ്യാഴം 4-ൽ 10-ാം ഭാവം ദൃഷ്ടി വരുന്നത് ബിസിനസ്സൊക്കെ മേന്മപ്പെടും. സാമ്പത്തിക വരുമാനമൊക്കെ ഉണ്ടാവും. സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറും. എന്നാൽ ജന്മശനി മന്ദത അനുഭവപ്പെടും. ശാസ്താവിന് നീരാഞ്ജന വഴിപാട് നടത്തുക, അല്ലെങ്കിൽ ശബരിമല ദർശനം. നട തുറക്കുമ്പോൾ മാസത്തിലെ മീനമാസമോ കുംഭമാസമോ പോയി തൊഴുന്നതൊക്കെ ദോഷകാഠിന്യം കുറയ്ക്കും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്.